ആ വരൂ വരൂ ഇരിക്കൂ. പറയൂ, എന്താണ്? ഡോക്ടറെ, ജീവിതത്തിൽ നിന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താന്ന് ഓർത്ത് അസുഖം പറഞ്ഞോളൂ. അതിനാണല്ലോ ഞാൻ MD-MA സോറി MBBS പാസ്സായിട്ട് ഇവിടെ ഇരിക്കണത്. ഡോക്ടറെ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് കാരണം എൻ്റെ ഭാര്യയും മക്കളും കൂട്ടുകാരന്മാരും എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയി. എനിക്ക് ഇനി ജീവിക്കണ്ട ഡോക്ടറെ. ഓ, കാര്യം മനസ്സിലായി. പെട്ടെന്ന് ചൂടാവുന്നു, ആംഗ്രി പേര്. നമുക്കതിന് വേണ്ടത് മൈൻഡ് കൺട്രോളാണ് വേണ്ടത്. ഇതിന് മെയിനായിട്ട് വേണ്ടത് കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷൻ നടക്കില്ല ഡോക്ടറെ. എനിക്ക് എന്തെങ്കിലും മരുന്ന് എഴുതി തന്നാൽ മതി. മരുന്നെല്ലാം തരാം, പക്ഷേ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കോൺസെൻട്രേഷനാണ് നമുക്ക് വേണ്ടത്. ഡോക്ടറെ, കോൺസെൻട്രേഷൻ നടക്കൂല എന്നല്ലേ പറഞ്ഞാ? നടക്കും, എല്ലാം നടക്കും. അതിന് കോൺസെൻട്രേഷൻ മാത്രം മതി. എടാ, തന്നോടല്ലേ പറഞ്ഞ? തൻ്റെ അതിൽ വേറെ മരുന്നൊന്നുമില്ലേ? കോൺസെൻട്രേഷൻ നടക്കൂല എന്ന് തന്നോടല്ലേ പറഞ്ഞ? താൻ പിന്നെ കോപ്പിലെ ഡോക്ടറാ? ഓ, നിങ്ങളുടെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് എൻ്റെ പ്രശ്നം ഡോക്ടറെ. ഞാൻ പെട്ടെന്ന് ചൂടാവേണം. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിനെ മെഡിക്കൽ സയൻസിൽ മെഡുല്ല ഒബ്ലാങ്കേറ്റ ഡിസോർഡർ ഇലുമിനാറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് മാറൂലേ ഡോക്ടറെ? ആ, മാറും ഇത്. ഇതിനാണ് കോൺസെൻട്രേഷൻ വേണമെന്ന് നമ്മൾ പറയണത്. അത് നടക്കുമെന്ന് തോന്നല്ല ഡോക്ടറെ. ആ, മെഡിക്കൽ സയൻസിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കോൺസെൻട്രേഷൻ തന്നെയാണ്. കോൺസെൻട്രേഷൻ നടക്കുമെന്ന് തോന്നല്ല ഡോക്ടറെ. വേറെ വല്ല മരുന്നുണ്ടെങ്കിൽ ഇതാ. ഇതിപ്പോൾ നീയാ ഡോക്ടർ, ഞാനാ ഡോക്ടർ? ഇതിനകത്ത് കുറേ നേരം ഞാൻ പറഞ്ഞില്ലടാ കോൺസെൻട്രേഷൻ എന്ന്. നീക്ക് എവിടുന്നാണ് വന്ന വെട്ടവടിയാ? ഇതൊക്കെ വന്നപ്പോൾ തൊട്ടല്ലേ ഞാൻ പറഞ്ഞത് കോൺസെൻട്രേഷൻ മനുഷ്യന് പണി ഉണ്ടാക്കാനാണ്. എനിക്ക് പോടുന്നത്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു നിർത്തിയത്? കോൺസെൻട്രേഷൻ. ഗുഡ്. എന്നെ നോക്കൂ, ഞാൻ ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന്. കോൺസെൻട്രേഷൻ അതാണ് മെയിൻ. അത് വെച്ചിട്ടാണ് ഞാൻ എല്ലാ സിറ്റുവേഷനും മാനേജ് ചെയ്യണത്. നമുക്ക് വേണ്ടത് കോൺസെൻട്രേഷൻ.